എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓണം എന്ന് പറയുന്നത് ലോകമെമ്പാടും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. അതായത് നമ്മളിപ്പോൾ വിദേശത്ത് പോയാലും ഈവൻ സായിബന്മാർ പോലും ഇപ്പോൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ ഓണത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു മാജിക്കും അതുപോലെ കോളേജ് ഓഫ് കോമേഴ്സിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു മാജിക് പ്രോഗ്രാമാണ്. എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഓണത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ നിഹാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിഹാൽ, പ്ലീസ് കം. സാധാരണ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഓണത്തിന് പൂക്കളിടുമല്ലോ. അപ്പോൾ സാധാരണ നമ്മളെന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇതൊക്കെ പൂവൊക്കെ പറിക്കാൻ പുറത്ത് പോകണം, എന്നിട്ട് ഈ തുമ്പപ്പൂ അങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇടാറ്. പക്ഷെ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറിയല്ലേ, കൂടുതലും മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർ യൂസ് ചെയ്യാൻ നോക്കുന്നത് അല്ലേ. അത് പിന്നെ അത് മാത്രമല്ല, അന്ന് നമുക്ക് ഈ ഡിസൈനൊക്കെ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യാം. ഇപ്പൊ ഡിസൈൻ നോക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഗൂഗിൾ നോക്കിയാൽ മതി അല്ലേ. എവരിതിങ് ഇന്റലിജൻസും കൂടി നമുക്ക് യൂസ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓണത്തിനോ? അതെന്തോന്ന് പറഞ്ഞേ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഓണപ്പൂക്കൾ അത് വെച്ചിട്ടെടുക്കാം. പല എന്താ പറയുക സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാറ്. ഓക്കെ, അപ്പോൾ ഒരു ടെക്നോളജിക്കലി ഓണം ഒരു മാറ്റം സംഭവിച്ചല്ലേ? കുറെ ഭാഗം നല്ലപോലെ മാറിപ്പോയില്ലേ. പക്ഷെ നിങ്ങൾക്ക് ഈ പഴയ കാലത്തെ ഓണത്തെ പറ്റി വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മ വീട്ടുകാരിങ്ങനെ പറയുന്നതല്ലേ? ഓക്കെ, വീട്ടുകാരെ പറഞ്ഞ് കേൾക്കുന്ന ഓർമ്മകൾ അല്ലേ. അപ്പോൾ ദാറ്റ് ടൈം നമ്മൾ എന്താ വെച്ചാൽ നമ്മളൊക്കെ കുട്ടിക്കാൽ ശരിക്കും അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ഓണം. കാരണം എന്താ വെച്ചാൽ അതിന് ഒരു 10 days മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും. ഈ പൂ പറിക്കൽ, ഡിസൈൻ ചെയ്യൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോഴേതായാലും താങ്കൾ പറഞ്ഞ മാതിരി മാർക്കറ്റിലല്ലേ അവൈലബിൾ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് ഡിസൈൻ, പിന്നെ AI അല്ലേ. ഓക്കെ, എനിവേ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഓണം മാജിക് ആണ്. ഓണം മാജിക് എന്താ ഇഷ്ടമായോ? ഓക്കെ, എനിവേ നമുക്ക് ഒരു ചെറിയൊരു ഐറ്റത്തിലേക്ക് കൂടി നമുക്ക് തുടങ്ങാം. ഓക്കെ, എല്ലാം റെഡി അല്ലേ? ഓക്കെ, സാധാരണ നമ്മൾ ഈ ഓണക്കാലത്ത് ഓണം ബമ്പർ കേട്ടിട്ടില്ലേ? എന്താ ഓണം ബമ്പർ? ലോട്ടറി അല്ലേ. ഓണം ബമ്പർ 25 കോടി. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ചെറിയ ലോട്ടറി നടത്തുന്നുണ്ട്. ചിലപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിന്നറായി കഴിഞ്ഞാൽ നല്ലൊരു സമ്മാനം കിട്ടാൻ പോകുന്നത് അല്ലേ. ഇതൊന്നും പറയാതെ. ഓക്കെ, അപ്പോൾ ആ ലോട്ടറി എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മെജിഷ്യൻസ് ചെയ്യുന്ന ഒരു പ്രത്യേക ലോട്ടറിയാണ്. നിങ്ങൾക്ക് ഇവിടെ 4 കാർഡ്സ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അത് ഏതൊക്കെയാണെന്ന് പറയാമോ? അപ്പൊ കാർഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഹാർട്ട്, സ്പേഡ്, ഡയമണ്ട്, ക്ലബ്സ്. പക്ഷെ ഒരാളെ മറന്നുപോയി. അത് ആരാണ് ആള്? ക്വീൻ. യെസ്, ക്വീൻ. അപ്പൊ ക്വീൻ ഓഫ് ഹാർട്ട്, ദെൻ അതർ വൺ ക്വീൻ ഓഫ് സ്പേഡ്, ഡയമണ്ട് ആൻഡ് ക്ലബ്സ്. ഗുഡ്, സിറ്റ് ഡൗൺ. അപ്പൊ നമുക്ക് അതേ സെയിം കാർഡ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ക്വീൻ ഓഫ് ഡയമണ്ട്സ്, സ്പേഡ്സ്, ക്ലബ്സ്, ക്വീൻ ഓഫ് ഹാർട്ട് അല്ലേ. അപ്പോൾ നമുക്കിനി സെലക്ഷനിലേക്ക് പോവാം. ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് എടുത്ത് ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാം. അല്ല, ഇതാണോ ലാസ്റ്റ് കാർഡ്? അപ്പോൾ ലാസ്റ്റ് കാർഡാണ് സെലക്ട് ചെയ്തത് അല്ലേ. ഏതാ സെലക്ട് ചെയ്തത്? ക്വീൻ ഓഫ് ഹാർട്ട് ആണ് സെലക്ട് ചെയ്തത് അല്ലേ. ഗുഡ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ ക്വീൻ ഓഫ് ഹാർട്ട് അവിടെ വെച്ചോ. ഇപ്പം ഇനി ഓഡിയൻസിനെ കാണിക്കേണ്ട, ക്വീൻ ഓഫ് ഹാർട്ട് ചേർത്ത് കയ്യിൽ വെച്ചോളൂ. ക്വീൻ ഓഫ് ഹാർട്ട് അല്ലേ. അപ്പോൾ ക്വീൻ ഓഫ് ഹാർട്ട് ആണ് എടുത്തത് അല്ലേ. എന്താ പേര്? തീർത്ഥ. അപ്പോൾ തീർത്ഥ എടുത്തത് ക്വീൻ ഓഫ് ഹാർട്ട് അല്ലേ. നമുക്ക് ഈ ക്വീൻ ഓഫ് ക്ലബ്സിന് എന്താണ് സമ്മാനം നോക്കാം.
തീർത്ത ഇതായിരുന്നു എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു BMW കാറായിരുന്നു. ഇതെടുത്തിരുന്നെങ്കിൽ എന്താ കിട്ടുക? BMW കാർ. ഓക്കെ, സപ്പോസ് തീർത്ത ഡയമണ്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? നിങ്ങൾക്ക് ആലോചിച്ചപ്പോഴും അതിന് ഉത്തരം കിട്ടില്ല. 5 kg ഗോൾഡ് ഡയമണ്ട് ആണെങ്കിൽ. ഇനി നമുക്ക് തീർത്ത ഇതേതാണ് സ്പേഡ് അല്ലേ? ക്വീൻ ഓഫ് സ്പേഡ്. ഇത് എടുത്തിരുന്നെങ്കിൽ എന്താണെന്ന് കിട്ടുക? നിങ്ങൾ ആയിരിക്കും ഊഹിക്കാൻ പറ്റും എന്താണെന്ന്? ജസ്റ്റ് തിങ്ക്, എന്തായിരിക്കും? ആ, എനി ഐഡിയ? വിമാനോ? അതാരാ പറഞ്ഞേ? ആയിരിക്കാം അല്ലേ? പക്ഷെ അതല്ല, വിമാനത്തിൽ പോലെ ഒരു സാധനമാണ് വേൾഡ് ടൂർ. ശരിയാണ്, ഇയാൾ ഏകദേശം ഒരു പറഞ്ഞാൽ ശരിയാണ്, വിമാനത്തിലല്ലേ പോകാൻ പറ്റുള്ളൂ. വേൾഡ് ടൂർ. ഇനിയാണ് തീർത്ഥക്ക് എന്ത് സമ്മാനം കിട്ടുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ? എന്തായിരിക്കും? ആ, ഫോൺ. എനി ഐഡിയ? ഗസ്. ആ, ഇല്ല, ഞാൻ സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ പ്രോമിസ്ഡ്. അപ്പൊ എന്തായാലും സമ്മാനം കൊടുക്കും. എന്തായിരിക്കും അത്? ആ, ആ, ഓക്കെ ഫൈൻ, നമുക്ക് എന്താന്ന് നോക്കാം. ഓക്കെ, ക്വീൻ ഓഫ് ഹാർട്ട് അല്ലേ കിട്ടാൻ പോകുന്നത്? 5 kg ഗോൾഡ്, ഒരു BMW കാർ, വേൾഡ് ടൂർ. പക്ഷെ ലാസ്റ്റ് ഒരു വാക്കുണ്ട്, വിത്ത് യുവർ ഓൺ മണി. വിത്ത് യുവർ ഓൺ മണി. ശരിക്കും നമ്മൾ ഈ ലോട്ടറി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വിന്നേഴ്സ് വളരെ കുറവായിരിക്കും കേട്ടാ. ഇതിന്റെ ഒരു മോറൽ ആയിട്ടുള്ള ഒരു മാജിക്കാണ് ഞാനിപ്പോൾ അവതരിപ്പിച്ചത്. ഓക്കെ, കാരണം എന്തായാലും സമ്മാനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ യു ടു ട്രാവൽ വിത്ത് യുവർ ഓൺ മണി. വലിയ കഷ്ടമായിപ്പോയി അല്ലേ ഞാൻ വിളിച്ചു വരുത്തിയിട്ട്. ഇനി റാൻഡമായിട്ട് സെലക്ട് ചെയ്തതാണ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ക്വീൻ കണ്ടപ്പോൾ എടുത്ത്, അത്രയേ ഉള്ളൂ. എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. താങ്ക് യു. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു മാജിക് കണ്ടു, ഒരു ലോട്ടറി അല്ലേ? അപ്പോൾ അതുപോലെ മാജിക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ട യെസ് നിഹാൽ സാർ ഇപ്പൊ കാണിച്ച മാജിക് ആ അതില് ആ കുട്ടി തീർത്ത വളരെ കറക്റ്റ് ആയിട്ട് ഹാർട്ട് എടുക്കുന്നുള്ള കാൽക്കുലേഷൻ കൊണ്ടാണോ അല്ല സാർ ഇപ്പൊ റാൻഡായിട്ട് വെച്ചായിരിക്കും വെച്ചതാണ്? അതെ. ഇൻ കേസ് ആ കുട്ടി സ്പേഡോ അല്ലെങ്കിൽ ക്ലബോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അല്ലേ? പ്രോബബിലിറ്റി എത്ര? അതെ, പ്രോബബിലിറ്റി ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. ഈ മാജിക് 2 തരത്തിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ഇല്യൂഷൻ ഷോ. ഇല്യൂഷനിലാണ് നമ്മൾ ഈ മുറിക്കുക, മാറ്റുക, കണ്ടിട്ടില്ലേ? കട്ടിങ്, ചോപ്പിങ്, അതൊക്കെ ഇല്യൂഷനിൽ വരും. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് കൺജുറിങ്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു സിൽക്ക് അപ്രത്യക്ഷം, അതൊരു കൺജുറിങ് ആക്ട്, നമ്മളെ കൈ വേഗത കൊണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഡെക്സ്ട്രിറ്റി. പിന്നെ അടുത്ത് വരുന്നത് മെന്റൽ മാജിക്. ഈ മെന്റൽ മാജിക്കിനെ പറ്റി നിങ്ങളിപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഏതൊക്കെ സിനിമ ാണ് ഞാൻ ആ സാധനം എടുപ്പിച്ചത്. ഗോട്ട് ഇറ്റ്? ആൻസർ കിട്ടിയില്ലേ? ഇനി എന്താണ് ഈ ഫോഴ്സിങ് ടെക്നിക് എന്നുള്ളതാ. ഈ ഫോഴ്സിങ് ടെക്നിക് ഉണ്ടല്ലോ, ദാറ്റ് യു ഹാവ് ടു ലേൺ മാജിക്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു മെന്റൽ മാജിക്കിലേക്ക് കടക്കാം. കാരണം മെന്റൽ മാജിക് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കുറച്ചും കൂടി ഒരു എക്സ്പോഷർ കിട്ടും. അതിൽ ഒരാൾ വേദിയിലേക്ക് വരിക, നമുക്ക് നല്ലൊരു മെന്റൽ മാജിക് ചെയ്യാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് പങ്കെടുക്കാം, ഇവിടെ വന്നിട്ടും പങ്കെടുക്കാം, എങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ ആരാണ് ഇവിടത്തേക്ക് വരുന്നത്? യെസ്, എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്.
കേട്ടാ പുള്ളി ഒരു ഭയങ്കര എൻതൂസിയസ്റ്റോടെ വന്നത് ഇവിടെ. അപ്പോൾ ചെറിയൊരു മെൻ്റൽ മാജിക് ചെയ്യാൻ നമ്മുടെ ഷാഫിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഒന്ന് കൈയടിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു എനർജി വരും. ഷാഫിൽ എനർജി വന്നോ? വന്നോ? വന്ന് കണ്ട മുഖത്തുണ്ടത്. ഓക്കെ, ഇനി നമുക്കൊരു മാത്ത് മാജിക് ചെയ്യാം. മാത്ത് മാജിക്. നിങ്ങൾ എന്താ സബ്ജക്റ്റ്? ആ, എല്ലാവരും കോമേഴ്സ് ആണോ? BA ഇംഗ്ലീഷ് കോമേഴ്സ് അല്ലേ? രണ്ടുപേരും. ഓക്കെ, സിമ്പിൾ മാത്സ് ആണ്, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ. നിങ്ങളെല്ലാവരും 1-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ നമ്പർ വിചാരിക്കുക. കാൽക്കുലേഷൻ ഒരു കാരണവശാലും തെറ്റരുത്. 1-ൻ്റെ ഇയാൾ വിചാരിച്ചോളൂ. 1-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ നമ്പർ വിചാരിക്കുക. വിചാരിച്ചോ? മറക്കരുത് ആ നമ്പർ. ആ നമ്പറിന് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വെരി സിമ്പിൾ. മൾട്ടിപ്ലൈ ചെയ്തോ? മൾട്ടിപ്ലൈ ചെയ്തോ? ഇപ്പം നിങ്ങൾ 1-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ നമ്പർ വിചാരിച്ചു, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? നിങ്ങൾക്കിപ്പോൾ ഒരു സംഖ്യ അവിടെ കിട്ടി അല്ലേ? കറക്റ്റ് സംഖ്യ കിട്ടിയില്ലേ അല്ലേ? ഒരു 2 അക്ക സംഖ്യ ആയിരിക്കും അത് മിക്ക ആൾക്കും അല്ലേ? അല്ലേ? കറക്റ്റ് അല്ലേ? അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ നമ്പർ ആക്കുക. ഇപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. 35 ആണെങ്കിൽ 3ഉം 5ഉം കൂട്ടി 8 ആക്കുക. നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അത് രണ്ടും കൂടി കൂട്ടിയിട്ട് സിംഗിൾ നമ്പർ ആക്കുക. ഓക്കെയോ? വെരി സിമ്പിളായത് അല്ലേ? ഓക്കെയോ? ഒരു സിംഗിൾ നമ്പർ കിട്ടിയില്ലേ? സ്മോൾ നമ്പർ അല്ലേ? കിട്ടി. ഓക്കെ, അപ്പോൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് ആ ഡബിൾ ഡിജിറ്റ് 1 കിട്ടി. അതിൻ്റെ അകത്ത് 5 കിഴിക്കുക. -5. ഓക്കെ, കിഴിച്ചോ? എല്ലാവരും കിഴിച്ചോ? കാൽക്കുലേറ്റർ ആവശ്യമില്ലല്ലോ. കിഴിച്ച് ഒരു ചെറിയ സംഖ്യ കിട്ടി അല്ലേ? സ്മോൾ നമ്പർ. കറക്റ്റ്? ശരിയാണോ? അപ്പോൾ ആ സംഖ്യ 1 ആണെങ്കിൽ നിങ്ങൾ ആൽഫബറ്റിൽ ഏതാ എടുക്കേണ്ടത്? A. 2 ആണെങ്കിൽ B. 3 ആണെങ്കിൽ C. ഇയാൾ എടുക്കണേ. 4 ആണെങ്കിൽ D. അങ്ങനെ ഒരു ആൽഫബറ്റ് നിങ്ങൾ ഇപ്പോൾ എടുത്തു. എല്ലാവർക്കും ഒരു ആൽഫബറ്റ് കിട്ടിയോ? കിട്ടിയില്ലേ? എന്ത്? ഒരു സംഖ്യ കിട്ടി. അതായത് ഞാൻ ഒന്നുകൂടി പറയാം. 1-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ നമ്പർ വിചാരിക്കുന്നു. ആ കിട്ടിയ നമ്പർ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 അക്കമാണെങ്കിൽ അത് ഒരക്കാക്കി മാറ്റുക. 35 ആണെങ്കിൽ 3ഉം 5ഉം. ആ ഒരക്കം കിട്ടിയതിന് ശേഷം 5 കിഴിക്കുക. അപ്പോൾ ഒരു ചെറിയ സംഖ്യ കിട്ടിയില്ലേ ഇയാൾക്ക്? അങ്ങനെ തന്നെ കിട്ടിയില്ലേ? അപ്പൊ ആ സംഖ്യയിൽ തുടങ്ങുന്ന ഒരു ആൽഫബറ്റ് എടുക്കുക. ഇപ്പൊ 1 ആണ് കിട്ടിയ കൈവയ്ക്കുക പ്ലീസ്. ഡെൻമാർക്ക്, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്.
ഒന്ന് എന്നിട്ട് ഞാൻ ഒന്ന് കാണട്ടെ. ഡെൻമാർക്ക് കിട്ടിയവരൊന്ന് കൈവക്കിയ. ഗുഡ്. പിന്നെ ഡെൻമാർക്കിന്റെ രണ്ടാമത്തെ ആൽഫബറ്റ് എന്താ? ഇ. വാട്ട് ഈസ് ദാറ്റ്? എലിഫന്റ്. വളരെ സിമ്പിൾ അല്ലേ? ഇതെന്തിനാണ് ഞാൻ ചെയ്യിപ്പിച്ചത്? ഇറ്റ്സ് നോട്ട് എ മാജിക്. എന്തിനാണെന്ന് അറിയാം? നിങ്ങൾ എത്ര ഫാസ്റ്റായിട്ട് നമ്മുടെ ഒബ്സർവേഷനും അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷനും പോകുന്നതാണ്. ഇയാൾക്ക് ഇവിടെ തെറ്റ് പറ്റിയത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. നമ്പേഴ്സ് ഇപ്പോൾ 1 ഇനി 10 ഏത് നമ്പർ വിചാരിച്ചേ? 2. 9 into 2 18. 8 plus 1 19. 8 plus 1 9. 9 minus 5 9 minus 5 4. 4 ഏതായിരിക്കും ആൽഫബറ്റ്? D. 4 D ആയിരിക്കും. അപ്പൊ D ഒരു പ്രത്യേകത എന്താ? ഞാൻ ഐ ടീച്ച് യു സംതിങ്. ഇതൊരു മാജിക്കിന് കൊടുക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നല്ല ഒബ്സർവർ ആയിരിക്കണം. അപ്പോൾ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നല്ല ഒബ്സർവർ. ക്ലാസ്സിൽ എടുത്തത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ D കിട്ടിക്കഴിഞ്ഞാൽ ദുബായ് ഇസ് നോട്ട് എ കൺട്രി. ദുബായ് കൺട്രി ആണോ? അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും. പിന്നെ ഏതാ കൺട്രി? നാച്ചുറലി ഇറ്റ് ഇസ് ഡെൻമാർക്ക് അല്ലേ? ഡെൻമാർക്ക് കിട്ടിയ കുട്ടിയോടെ? ഓക്കെ നല്ല റേസ് യുവർ ഹാൻഡ്. അപ്പോൾ ഡെൻമാർക്ക് അല്ലേ? അപ്പോൾ ഡെൻമാർക്കിന്റെ നെക്സ്റ്റ് ലെറ്റർ ദി എലിഫന്റ്. ഇനി ഇതുപോലത്തെ മാത്തമാറ്റിക് വേണോ? കുറച്ച് ബ്രെയിൻ ഉപയോഗിക്കേണ്ടി വരും. തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല. ഏതായാലും ഇതിൽ ഞാൻ നിങ്ങൾ യുവർ സ്റ്റുഡൻസ് ആണോ? അതെ, നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ ക്ലാസ്സിലാരും എടുക്കും അന്ന് ശ്രദ്ധിക്കുക. പിന്നെ വീട്ടിൽ പോയി പഠിക്കണ്ട. ഞാനൊക്കെ അങ്ങനെയാണ്. മാഡം എന്താ സബ്ജക്റ്റ് എടുക്കുന്നത്? ഇംഗ്ലീഷ് ആണല്ലേ? ഓക്കെ ഗുഡ്. അപ്പോൾ ഇതാണ് മെൻ്റൽ മാജിക്. ഇങ്ങനെ ഒരുപാട് മെൻ്റൽ മാജിക് ഉണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഇതിവിടെ നിർത്താം. നമുക്ക് അടുത്തൊരു മാജിക്കിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഒരു മൈൻഡ് റീഡിങ് സാധനം ചെയ്യാൻ പോകുന്നത്. മൈൻഡ് റീഡിങ്. ഓക്കെ, മൈൻഡ് റീഡിങ് മീൻസ് നിങ്ങൾ ഒരു സാധനം മനസ്സിൽ വിചാരിക്കുന്നു, ഞാനത് പറയുന്നു. ഇതിനു മുന്നേ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളായിട്ട് ഒരു പരിചയം എനിക്കില്ല, നിങ്ങൾക്ക് എന്നെയും ഇല്ല. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടീച്ചർ ആ ഒരു ഇത് ഒന്ന് വന്ന് ഇവിടെ ചെയ്യാമോ? എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടീച്ചർക്ക്. അപ്പോൾ നമുക്ക് രസകരമായൊരു മെൻ്റൽ മാജിക്കിലേക്ക് കടക്കാം. ഞാൻ ചോദിച്ചിരുന്നല്ലോ എന്താണ് ഈ മെൻ്റൽ മാജിക് എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ടീച്ചർക്ക് 4 ബുക്ക് ഇവിടെ പരിചയപ്പെടുന്നുണ്ട്. എക്സ്പെരിമെൻ്റൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, 3 Men in a Boat, ഐഡിയ ഓഫ് റിലിജൻ, 160 essays. ഈ 4 ബുക്കിൽ ഇഷ്ടമുള്ളൊരു ബുക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ടീച്ചർക്ക് കൊടുക്കാം. ഏതാണ്? ഇതാണോ? ഓക്കെ, അപ്പോൾ ടീച്ചർക്ക് 3 Men in a Boat എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാനിങ്ങനെ റിഫിൽ ചെയ്യും. റിഫിലിങ്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാം. എന്നിട്ട് ടീച്ചർ ആ പേജ് നോക്കിയിട്ട് അതിൽ ആ പറഞ്ഞ പോലെ വലിയ 8 ആൽഫബറ്റ്സിലൊരു വേർഡ് സെലക്ട് ചെയ്യാൻ മനസ്സിൽ വെക്കുക. ഡോണ്ട് ടെൽ മീ. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? എന്താ പറഞ്ഞത് ഞാനിപ്പോൾ? ഞാൻ ഈ ബുക്ക് റിഫിൽ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് പറയണം. തുടങ്ങാമോ? റെഡി അല്ലേ? ഓക്കെ, സ്റ്റോപ്പ് പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞ പോലെ. ഓക്കെ, റിഫിൽ ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ്. ഇനിയിപ്പോൾ ടീച്ചർ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയൊരു വേർഡ് എടുക്കുക. എടുത്തോ? 8 മേലെ ഇത് വേണം. എടുത്തു അല്ലേ? ടീച്ചർ എടുത്തു. നമുക്ക് ബുക്കൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ടീച്ചർ ആ വേർഡ് എടുത്തു. ടീച്ചർ ആ വേർഡ് മനസ്സിലായി. നമുക്ക് ആൽഫബറ്റ് വൈസ് ഇതിൽ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത്? A B C D K. ഫസ്റ്റ് വൺ എൻ്റെ ആൾ ഇങ്ങോട്ട് വന്നോളൂ. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. കെ. അപ്പോൾ ടീച്ചർ ഒരു കെ എന്ന് പറഞ്ഞ കുട്ടീനെ സെലക്ട് ചെയ്തത്. എന്താ പേര് ആക്ച്വലി? ശ്രീദീപ്. ഓക്കെ, ഇപ്പോൾ ടീച്ചർ ഒരു വലിയ വേർഡ് എടുത്തു. നിങ്ങൾ പറഞ്ഞ ബുക്കിൽ നിന്ന് ഞാൻ റിഫിൽ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ആരാ പറഞ്ഞത്? ആരോ പറഞ്ഞു അല്ലേ? സ്റ്റോപ്പ് ചെയ്ത് ടീച്ചർ വേർഡ് എടുത്തു. നൗ യു സീ, ഇപ്പം ടീച്ചർ ആ വേർഡ് എന്താണെന്ന് ഈ കുട്ടിക്ക് അറിയില്ല. പതുക്കെ അവന് പറഞ്ഞു കൊടുക്കുക, ഞാൻ കേൾക്കരുത്. ഓക്കെ, ആ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത വലിയൊരു വാക്കുണ്ടല്ലോ കേൾ തുടങ്ങുന്നത് വെച്ചാൽ ആ കുട്ടിയോട് പറയാം. ഓക്കെ, എന്നിട്ട് കുട്ടി പോയി അവിടെ ഇരിക്കും. ഓക്കെ, കഴിഞ്ഞോ? അപ്പോൾ ഇനിയാണ് ടീച്ചർ ഞാൻ 5 ചോദ്യം ചോദിക്കും. ടീച്ചർ ഇപ്പോൾ സെലക്ട് ചെയ്ത വേർഡ് ഒരു ഹ്യൂമൻ ബീങ് ആണോ? നോ, ഇറ്റ്സ് നോട്ട് എ ഹ്യൂമൻ ബീങ്. അല്ല. ഇനി മെക്കാനിക്കൽ ഒബ്ജക്റ്റ്?
മെക്കാനിക്കൽ ഇലക്ട്രിക് Objects. ഇറ്റ് ഇസ് ജസ്റ്റ് മെക്കാനിക്കൽ ഒബ്ജക്റ്റ് ആണ് അത്. Mechanical objects എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ ഒബ്ജക്റ്റ് നമ്മൾ കാറ് പിന്നെ ഇലക്ട്രിസിറ്റി ഇതൊക്കെ ഒരു മെക്കാനിക്കൽ ആണല്ലോ, അതാണോ? അല്ല No. അല്ല അല്ല. ഇനി അടുത്തായിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടീച്ചർ ഇവിടെ ആ സാധനങ്ങൾ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ? ഇതിനകത്ത് എവിടെയെങ്കിലും ഇരിപ്പില്ല. താഴത്തെ ഫ്ലോറിലാണ്, മുകളിലല്ല അത്. അല്ല അല്ലേ, മുകളിലല്ല. മുകളിലല്ലാതിരിക്കുമ്പോൾ മുകളിലും താഴെയും ടോയ്ലറ്റ് ഉണ്ടാവും, മുകളിലും താഴെയും ബെഡ്റൂം ഉണ്ടാവും, മുകളിലും താഴെയും ലിവിംഗ് റൂം ഉണ്ടാവും. കിച്ചണിൽ വെക്കുന്ന എന്താ സാധനമാണ് ഇത്? അതെ, അത് താഴെ വെക്കുള്ളൂ. Am I correct? Is it something connected with kitchen? Yes. What is that kitchenware? Kitchenware. ശരിയാണോ? ശരിയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 5-10 ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വരും. Am I correct? ആക്ച്വലി എനിക്കറിയില്ല ടീച്ചർ പുതിയ വീട് വെച്ച കാര്യമൊന്നും, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് റഫ് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് നോട്ട് എസ് ഫോഴ്സിംഗ് ടെക്നിക്ക്. ഇയാൾ ചോദിച്ചില്ല എന്താണെന്നുള്ളത്. ഇസ് ഇറ്റ് ദാറ്റ് ഇസ് കിച്ചൺവെയർ. ഓക്കെ, അവനോട് ചോദിക്കാം. കിച്ചൺവെയർ ആണോ ടീച്ചർ പറഞ്ഞത്? ഉറപ്പല്ലേ? ഗുഡ്. നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് 3 equal rows. Am I correct? പറയൂ. നോ, ദേ ആർ അൺഈക്വൽ അല്ലേ? Am I correct? 3 അൺഈക്വൽ റോപ്സ് ആണ് അല്ലേ? ശരിയാണോ? ഓക്കെ, ഇനി ഇവിടെ തന്നെ വാച്ച് ചെയ്യാം എന്താണ് സംഭവിക്കുന്നത്. 3 അൺഈക്വൽ റോപ്സ്. ഒന്ന് എല്ലാവരും പറഞ്ഞ് ചേർന്നിട്ട് 3 അൺഈക്വൽ റോപ്സ്. ഓക്കെ. അത് ഈക്വൽ, ഓൾമോസ്റ്റ് ഈക്വൽ പറഞ്ഞാൽ മതി. ഓൾമോസ്റ്റ് ഈക്വൽ. ഇത് ഞാൻ ഒന്ന് എടുത്തു. ഓക്കെ, ക്യാൻ യു ജോയിൻ? ഇതെടുത്തിട്ട് അവിടെ പോയിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ എത്ര റോപ്പ് ഉള്ളത്? 2. Am I correct? Watch this. Ready? 1, 2. ഒരു റോപ്പിന് എത്ര തലയാ? തെറ്റി. ഇപ്പൊ എത്ര തലയായി? 4 തല. ഇനി ശ്രദ്ധിക്കുക, ഈ 4 തലക്ക് എന്താ സംഭവിക്കുക? വീണ്ടും ഈക്വൽ റോപ്പ്, ഓൾമോസ്റ്റ് ഈക്വൽ. നൗ യു സീ, ഞാൻ ഇതിനെ കൊണ്ട് ഒരു സർക്കിൾ ഉണ്ടാക്കാൻ പോന്ന. സർക്കിൾ നമ്പർ 1, സർക്കിൾ നമ്പർ 2 അല്ലേ? ഇപ്പൊ
ഇനിയാണ് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി വരുന്നത്. എല്ലാവരും അവിടെ നിന്നൊന്ന് ഊതണം. ആ ഫു 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 ആ ഫു 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 ഫു. It became a big circle. അവിടെ തന്നെ ശ്രദ്ധിക്കുക. ഇതാണ് മാജിക്കിലെ ബ്ലെൻഡിങ്. ഇതിനിപ്പോൾ ഞാൻ 4 റുട്ടീനാണ് ചെയ്തത്. ടബരി എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് മജീഷ്യൻ, ഗൂഗിൾ ചെയ്താൽ കാണാം. ഇയാൾ വേൾഡ് മാജിക് കോമ്പറ്റീഷന് ചെയ്ത സെയിം ഐറ്റമാണ്, പക്ഷേ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ചെയ്ത്. ഇതിന് റൊട്ടേഷൻ ഒരുപാടുണ്ട്, ചെറിയൊരു ഐറ്റമാണ്. ഇനി നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, ഈ റോപ്പിന് എന്തോ പ്രത്യേകതയുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും അല്ലേ, ഇത് അവിടെ നിന്നൊക്കെ തലയാട്ടാൻ തുടങ്ങി. സംശയം ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞു അവർ. ടീച്ചർക്ക് സംശയം ഉണ്ടോ? ടീച്ചർക്കും ചെറിയ സംശയമുണ്ട്. Am I correct? അല്ലേ? ഇതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരുപാട് കല കാണുന്നില്ലേ? ഐ മീൻ പാട്ട്, മിമിക്രി, വാട്ട് യു കോൾ മോണോ ആക്ട്, എവറിത്തിങ്. മാജിക് കാണാൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലെന്താ? ഇയാളെ ഒന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണ ട്രിക്ക് ചെയ്യുന്നു. ടീച്ചർ ഐഡിയ അതല്ലേ? അതെ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവും, എന്തോ ഈ റോപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇൻവിസിബിൾ സിസ്റ്റം. ഇനി നിങ്ങൾക്ക് ഈ റോപ്പ് പരിശോധിക്കാം. പരിശോധിച്ച ശേഷം എനിക്ക് തിരിച്ചു തരിക. ഓക്കെ? റോപ്പ് നമ്പർ 1 പരിശോധിക്കൂ. എടുത്ത് പരിശോധിക്കൂ. ഇയാളെ അതും പരിശോധിക്കൂ. ഇസ് ദർ എനി എലാസ്റ്റിസിറ്റി? വല്ലതുണ്ടോ റോപ്പിന്? എല്ലാവരും പരിശോധിച്ചോളൂ. ആ കുട്ടിക്ക് ഡൗട്ട് ഉണ്ടല്ലോ. what is your good name? പറയാം. അവിടെ ഒരു ടീച്ചർ എന്തോ പറയുന്നുണ്ട്, ഇങ്ങനെ വെച്ചിട്ട് ചാടാനാ പറഞ്ഞത്. ഓക്കെ, ട്രൈ. കമോൺ ബിഗ് ഹാൻഡ്. കൈയടിക്കുക, എന്നാലും അവർക്ക് എനർജി വരട്ടെ. കമോൺ. ഇത് കേറാൻ പറഞ്ഞോ? കയറിക്കോളൂ. യെസ്, ഗുഡ്. ഇനി ഐഡിയ? അതാ വരുന്നുണ്ട്, ഐഡിയ പറയാൻ ഒരാൾ വരുന്നുണ്ട്. കാണുന്നില്ല, അപ്പൊ നിന്ന് നോക്കിക്കോളൂ. ഇതാ ഇപ്പൊ അവരെ രക്ഷപ്പെട്ടിട്ടില്ല. എനി ഐഡിയ ഫ്രം ദി ഓഡിയൻസ്? വളരെ ലളിതമായ
ഒരു ലോജിക് ഉപയോഗിച്ചാൽ ഇതിൽ നിന്ന് പുറത്തു വരാം. ഇറ്റ് ഈസ് വെരി 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 സിമ്പിൾ. തിങ്ക്. ആ നോക്കൂ, ട്രൈ ബിക്കോസ് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇങ്ങനത്തെ ഒബ്സ്റ്റിക്കൽസ് ഉണ്ട്. യു ഹാവ് ടു കം ഔട്ട് ഓഫ് ദാറ്റ് അല്ലേ? ഒരു സജഷൻസ് പറയാം കേട്ടോ, അതിലൊരു തെറ്റില്ല. വന്നോളൂ. Come on, begin. വേറെ സജഷൻസ് ആയിട്ട് വരുന്നുണ്ട്. ഗുഡ്. പുള്ളി സജഷൻസ് ആയിട്ട് വന്നു. ഇതാ അയ്യോ, പുള്ളി മൊത്തം കുടുക്കാക്കി. പുള്ളി പറയുന്നത് ഞാൻ ഇറങ്ങാണ്ട് ഇന്നതാണ് കുടുക്കാക്കിയത്. എനി ഐഡിയ? ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇത് എങ്ങനെയാണ് അഴിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കണോ? ഓക്കെ, ഞാൻ നോക്കട്ടെ. എൻ്റെയും ചാൻസ് 50-50 ആണ് കേട്ടോ. നമുക്ക് ട്രൈ ചെയ്യാം. മാജിക്കും ഇതിലൊക്കെ ചാൻസസ് എപ്പോഴും 50-50 ആണ്. നോക്കട്ടെ കേട്ടോ, പറ്റുമോ നോക്കട്ടെ. ദിസ് ഇസ് വെരി സിമ്പിൾ. ഇത് നമ്മൾ ഈ മാനേജ്മെൻറ്റ് ട്രെയിനീസിനൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളെ ഇങ്ങനെ എടുക്കുക. കണ്ടോ? ഇൻസേർട്ട് ഇൻസൈഡ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആയാലും അത് പോയി. ഇതിനാണ് ഇവർ ഇങ്ങനെയാക്കി ഗുസ്തി എന്തൊരു ഗുസ്തി. ഇതിലാണ് നമ്മൾ പഠിക്കുന്നറിയാം. നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ യു ജസ്റ്റ് തിങ്ക്. ഫസ്റ്റ് യു തിങ്ക് ദെൻ റിയാക്ട്. പഠിച്ചോ? അടുത്തായിട്ട് നമുക്ക് ഒരു രസകരമായ ഒരു വേറെ ഐറ്റം ചെയ്യാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ഐറ്റം. ചിത്രം വാട്ട് ഈസ് ദിസ്? ഫോർക്ക് അല്ലേ? ഒരു ഫോക്ക്. അപ്പോൾ നമുക്ക് ഈ ഫോക്കിൻ്റെ ചിത്രം ഉപയോഗിച്ചൊരു മാജിക് ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫോക്കിൻ്റെ ചിത്രത്തിൻ്റെ ഇവിടെ സൈൻ ചെയ്യാം. ഇവിടെ സൈൻ ചെയ്യും. എന്താ സൈൻ ചെയ്ത്? പേരല്ലേ? സൈൻ നമുക്ക് കാണാൻ സാധിക്കില്ല, എന്നാലും പുള്ളിയോട് ചെറുങ്ങനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നിങ്ങളുടെ മനസ്സിൽ യു ക്ലോസ് യുവർ ഐസ്. നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഫോക്കിൻ്റെ ഒരു ചിത്രം പുള്ളി സൈൻ ചെയ്തു. ക്ലോസ് യുവർ ഐസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൻ്റെ ബാക്കിൽ സൈൻ ചെയ്യുക. ഓപ്പൺ യുവർ ഐസ്. ബാക്കിൽ സൈൻ ചെയ്യാം. നിങ്ങൾ കണ്ണ് തുറന്നോളൂ. അപ്പോൾ പുള്ളി ആ ചിത്രത്തിൻ്റെ ബാക്കിൽ സൈൻ ചെയ്ത് ഈ എം ടി ബോർഡ് നമുക്കിവിടെ വെക്കാം. ഇനി ഇത് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് പുള്ളിയുടെ കയ്യിൽ കൊടുക്കും. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിക്കുക. പെൻസിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചോളൂ. ഇപ്പം പുള്ളി സൈൻ ചെയ്തത് ക്ലോസ് യുവർ ഐസ്. പുള്ളി സൈൻ ചെയ്തത് ഒരു ഫോക്കിൻ്റെ ചിത്രം, അതിൻ്റെ രണ്ട് വശം സൈൻ ചെയ്തു. വേറെ ഒന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓൺലി എം ടി ബോർഡ് സൈൻ ചെയ്ത് പുള്ളി വെച്ചു. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, നമുക്ക് ഒരു ഒബ്ജക്റ്റ്, വരച്ച ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ആ സാധനം നമുക്ക് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമോ? ആ വരച്ച ചിത്രം, എക്സാമ്പിൾ എൻ്റെ കൈ ഇങ്ങനെ, നമുക്ക് ഈ കൈയിൻ്റെ ചിത്രം എടുത്തിട്ട് കൈ ഇങ്ങനെ ആക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല അല്ലേ? am I correct? ആവത്തില്ല. ഇപ്പം ഇദ്ദേഹം ഒരു ഫോക്ക് ഇങ്ങനെ നിന്ന ചിത്രത്തിൻ്റെ രണ്ട് സൈഡിലും സൈൻ ചെയ്തു. ഇപ്പം അത് ക്ലോസ് ചെയ്ത് പുള്ളി കണ്ണടച്ച് പിടിച്ചു. ഇനി താങ്കളുടെ മനസ്സിൽ പറയാം, ആ ഫോക്ക് അങ്ങ് ബെൻഡായി പോട്ടെ. പറഞ്ഞോളൂ. ഫോക്ക് ബെൻഡായി പോട്ടെ.
ഫോക്ക് ബെൻഡ് ആയിപ്പോട്ടെ, ഫോക്ക് ബെൻഡ് ആവും. ഐ ഡോണ്ട് തിങ്ക് സോ. ആവോ? പക്ഷെ എന്തോ ഇതാണ്. സി വെൻ ഐ ഗിവ് എ സജഷൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ഫോക്ക് ബെൻഡ് ആയിപ്പോട്ടെ എന്ന് പറയുമ്പോൾ പുള്ളി അത് പറഞ്ഞു അല്ലേ? ആവോ അങ്ങനെ? ഇല്ല. നമുക്ക് പതുക്കെ ഇത് എടുത്തിട്ട് നമുക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. കണ്ടോളാം, ഫോക്ക് ബെൻഡായി. പിന്നെ ഏറ്റവും സംശയം എന്ന് വെച്ചാൽ പുള്ളി സൈൻ ചെയ്തിട്ടുണ്ടോ? ഇവിടെ സിഗ്നേച്ചർ ഇസ് ദേ. ഇതാ ബാക്കിലും സിഗ്നേച്ചർ. പക്ഷേ ദിസ് ഈസ് എൻ ഇല്യൂഷൻ. ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ്. നിങ്ങൾക്ക് അവിടുന്ന് ബെൻഡായിട്ട് കാണുന്നതാണ്. ക്യാമറയ്ക്ക് എന്താ കാണുന്നത്? ബെൻഡാണോ? ഇത് ഇറ്റ്സ് ബെൻഡ്. ദിസ് ഈസ് നോൺ ആസ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഞാൻ മാജിക്കിനെ പറ്റി കുറച്ച് പറഞ്ഞു. ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അല്ലേ? ആം ഐ കറക്റ്റ്? ഒരു ചിത്രം വരച്ചിട്ട് ഇങ്ങനെ ബെൻഡാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. രണ്ട് സൈഡ് ഇതാ. പിന്നെ ഒന്നും അവിടെ മാറ്റം സംഭവിച്ചില്ല. പുള്ളി സൈൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ സിഗ്നേച്ചർ അല്ലേ? പുള്ളിയുടെ സിഗ്നേച്ചർ ഹിയർ ആൻഡ് ഹിയർ അല്ലേ? ദിസ് ഈസ് നോൺ ആസ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. നമുക്കൊരു മെന്റൽ മാജിക്കിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ടുണ്ട്. ഇതാ ഇതിനകത്തൊരു പ്രഡിക്ഷൻ കിടപ്പുണ്ട് കേട്ടോ. 1 2 3 4. 1 എടുത്തിട്ട് എന്താണെന്ന് നിങ്ങൾ ഓഡിയൻസോട് പറയാം. എന്താണെന്ന് ഈഫിൽ ടവർ. ഒന്ന് കാണിച്ചെടുത്ത്, ക്യാമറ കാണിച്ചേ. ഈഫിൽ ടവർ അല്ലേ? രണ്ടാമത്തത് എന്താണ്? അതൊന്ന് പറഞ്ഞേ. വോൾ ഓഫ് ചൈന. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. മൂന്നാമത്തത് എന്താണ്? പിരമിഡ്. ഈജിപ്ഷ്യൻ പിരമിഡ്. നാലാമത്തെ എന്താ? താജ്മഹൽ. താജ്മഹൽ. ഇനി അതൊന്ന് ഷഫിൾ ചെയ്തേ. നോക്കാതെ ഷഫിൾ ചെയ്യും. ഇൻസൈഡ് ആക്കിയിട്ട് ഷഫിൾ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഷഫിൾ ചെയ്തു.
എനിവേ ഡൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത്. ഓക്കെ, ഇതൊരു സയൻസ് വേഴ്സസ് മിറാക്കിൾസ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എൻ്റെയും കണ്ണൂർ വിഷൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇറ്റ് ഈസ് സനൽ കലാസ് സൈനിങ് ഓഫ്.